പ്രധാനമായും 4 വിധത്തിൽ അൺലിസ്റ്റഡ് ഷെയറുകൾ ലഭ്യമാകും. ഇതിൽ ഒന്നാമത്തേത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി കാത്തിരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളും ആരംഭിച്ചുവെങ്കിലും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ബിസിനസ് ഉയർന്നു വരാത്തത് കാരണം ലിസ്റ്റിംഗ് നടപടികൾ നീട്ടിവെക്കാൻ നിർബന്ധിതരുമായ കമ്പനിയും നിലവിൽ സ്ഥാപിതമായ കമ്പനിക്ക് കീഴിൽ രൂപീകരിച്ച ഉപകമ്പനിയുമൊക്കെ അൺലിസ്റ്റഡ് വിഭാഗത്തിൽ ഓഹരികൾ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ അഥവാ ഇസോപ്സ് പദ്ധതിയിലൂടെയും അൺലിസ്റ്റഡ് ഓഹരികൾ ലഭിക്കാം. കമ്പനികൾ ജീവനക്കാർക്ക് കൈമാറുന്ന ആനുകൂല്യങ്ങളിലൊന്നാണ് ഇസോപ്സ് ഓഹരികൾ. ഇത്തരം ഓഹരികൾ കൈവശമുള്ള ജീവനക്കാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ സഹായിക്കുന്ന ബ്രോക്കർമാരുമുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നറിയപ്പെടുന്ന സംവിധാനത്തിലൂടെ കമ്പനിയുടെ ഓഹരികൾ നേരിട്ട് പ്രൊമോട്ടർമാരുടെ പക്കൽ നിന്നും വാങ്ങാവുന്നതാണ് മൂന്നാമത്തെ രീതി. അൺലിസ്റ്റഡ് ഓഹരികളിൽ നിക്ഷേപിച്ചിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസുകളിലോ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിൽ ചേരുകയാണ് നാലാമത്തെ മാർഗം. നേരിട്ടല്ലെങ്കിലും പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ള ഫണ്ട് മാനേജർമാർ നൽകുന്ന സേവനത്തിന് കീഴിലായതിനാൽ അൺലിസ്റ്റഡ് ഷെയറുകളിൽ താരതമ്യേന കുറഞ്ഞ റിസ്കിൽ നിക്ഷേപിക്കാവുന്ന രീതിയുമാണിത്.